തണുപ്പു നിറഞ്ഞ ഡിസംബർ രാത്രികളിൽ വെള്ളത്താടിയും ചുവപ്പും വെള്ളയും നിറമുള്ള കുപ്പായവും കൂർത്ത തൊപ്പിയും സഞ്ചി നിറയെ സമ്മാനങ്ങളുമായി റെയിൻഡിയറുകൾ വലിക്കുന്ന വണ്ടിയിൽ എത്തുന്ന സാന്താക്ലോസ് കാലങ്ങൾക്കിപ്പുറവും കുട്ടികളുടെ പ്രിയപ്പെട്ട കഥാപാത്രമാണ്. ക്രിസ്മസ് എന്നാൽ കുട്ടികൾക്ക് സമ്മാനങ്ങളും സാന്താക്ലോസുമാണ്. മുതിർന്ന ആളുകൾക്ക് അത് യാഥാർത്ഥ്യത്തോളം വലുപ്പം വെച്ച ഒരു മിത്തായിരിക്കും. പാശ്ചാത്യ നാടുകളിൽ നിന്ന് പടർന്നു പന്തലിച്ച് ലോകമാകെ വ്യാപിച്ച കഥകളിലൊന്ന്. പക്ഷേ കുട്ടികൾക്ക് സാന്താക്ലോസ് വെറും സങ്കല്പമല്ല. തങ്ങളുടെ സ്വപ്നങ്ങളെ ആകാശത്തോളം വലുതാക്കി കുട്ടികൾ ഡിസംബർ രാത്രികൾക്കായി കാത്തിരിക്കുന്നു. സാന്താക്ലോസ് വീട്ടിലേക്ക് വരാൻ അവർ നല്ല കുട്ടികളാകുന്നു. ക്രിസ്മസ് തലേന്ന് കരോൾ ഗാനത്തിന്റെ അകമ്പടിയോടെ വീട്ടിലേക്ക് എത്തുന്ന സാന്താക്ലോസ് വേഷധാരിയിൽ യഥാർത്ഥ ക്രിസ്മസ് അപ്പൂപ്പനെ കാണുകയും സമ്മാനങ്ങൾ കൈപ്പറ്റി സന്തോഷമടയുകയും ചെയ്യുന്നു. പിന്നെ അടുത്ത ഡിസംബറിലേക്കുള്ള കാത്തിരിപ്പ് തുടങ്ങുകയായി. സാന്താക്ലോസുമായി ബന്ധപ്പെട്ട ചരിത്രവും ഐതിഹ്യങ്ങളും നിരവധിയാണ്. ഏതാണ് വിശ്വസനീയം അവിശ്വസനീയം എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത വിധം അതെല്ലാം പലതരത്തിൽ കെട്ടുപിണഞ്ഞു കിടക്കുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തുർക്കിയിൽ ജീവിച്ചിരുന്ന ഒരു ബിഷപ്പാണ് പിന്നീട് ലോകമറിയുന്ന സാന്താക്ലോസ് എന്ന ഇതിഹാസമായത് എന്നതാണ് വിശ്വസനീയമായ ചരിത്രരേഖകളിൽ പ്രധാനപ്പെട്ടത്. 19 നൂറ്റാണ്ട് മുതൽ കാനഡയിലാണ് ഇന്ന് നമ്മൾ കാണുന്നതുപോലെ വെള്ളത്താടിയും ചുവപ്പും വെള്ളയും വസ്ത്രങ്ങളുമണിഞ്ഞ സാന്താക്ലോസ് വീടുകളിലെത്തി ആശംസയും സമ്മാനവും നൽകാൻ തുടങ്ങിയതെന്ന് കരുതപ്പെടുന്നു. പാശ്ചാത്യ രാജ്യങ്ങളിൽ പലതിലും സാന്താക്ലോസ് പല പേരുകളിലാണ് അറിയപ്പെടുന്നതെങ്കിലും അവിടെയെല്ലാം കുട്ടികൾക്ക് സമ്മാനവുമായി എത്തുന്നയാൾ തന്നെയാണ്. കാലങ്ങളായി ലോകത്താകെ പ്രചരിക്കുന്ന സാന്താക്ലോസ് ചരിത്രത്തെപ്പറ്റിയും ചില വിശ്വാസങ്ങളെയും ഐതിഹ്യങ്ങളെയും പറ്റി നമുക്ക് നോക്കാം. സാന്താക്ലോസുമായി ബന്ധപ്പെട്ട് ഏറ്റവും പഴക്കം ചെന്ന ചരിത്രങ്ങളിലൊന്നാണ് വിശുദ്ധ നിക്കോളസിന്റേത്. AD 3-4 നൂറ്റാണ്ടുകളിൽ ഗ്രീക്കിലെ തുറമുഖ പട്ടണമായ പതാറയിലെ ലിസിയിൽ ജനിച്ച നിക്കോളാസ് എന്ന വിശുദ്ധനാണ് പിന്നീട് ലോകമറിയുന്നത്. നിക്കോളാസ് 19ാമത്തെ വയസ്സിൽ വൈദിക വേഷമണിഞ്ഞു. യുവാവായിരുന്ന കാലത്ത് നിക്കോളാസ് ഈജിപ്ത് പോലുള്ള രാജ്യങ്ങളിലേക്കെല്ലാം സഞ്ചരിച്ചു. അതിനുശേഷം പതാറയ്ക്ക് സമീപമുള്ള മിറയിലെ ബിഷപ്പായി സ്ഥാനമേറ്റു. ദൈവഭക്തിയും ജനങ്ങളോട് ദയയും ഉണ്ടായിരുന്ന മനുഷ്യനായിരുന്നു നിക്കോളാസ്. നിക്കോളാസ് ബിഷപ്പായിരുന്ന കാലത്തായിരുന്നു റോമാ സാമ്രാജ്യം ഭരിച്ചിരുന്ന ചക്രവർത്തിമാർ ക്രിസ്ത്യാനികൾക്കു നേരെ കടുത്ത അക്രമങ്ങൾ നടത്തിയിരുന്നത്. ഇത് നിക്കോളാസിനെ ഏറെ വേദനിപ്പിച്ചു. വിശക്കുന്നവരിലും പീഡനങ്ങൾ സഹിക്കുന്നവരിലും അദ്ദേഹം യേശുക്രിസ്തുവിന്റെ പ്രതിരൂപം ദർശിച്ചു. അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അതിനെല്ലാം പരിഹാരങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. ഇതറിഞ്ഞ ക്രൂരനായ ഡയക്ലീഷ്യൻസ് ചക്രവർത്തി നിക്കോളാസിനെ വധശിക്ഷയ്ക്ക് വിധിച്ച് ജയിലിൽ അടച്ചു. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ കോൺസ്റ്റന്റീൻ റോമാ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയായി സ്ഥാനമേൽക്കുകയും മതപീഡനങ്ങൾ അവസാനിപ്പിക്കുകയും ചെയ്തു. ക്രിസ്തുമതം റോമിലെ ഔദ്യോഗിക മതമാകുകയും തടവിലാക്കപ്പെട്ടവർക്കൊപ്പം നിക്കോളാസും മോചിതനാകുകയുമുണ്ടായി. പാരമ്പര്യമായി ലഭിച്ച സ്വത്തെല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം പിന്നീടുള്ള കാലം ദരിദ്രരെയും രോഗികളെയും സഹായിച്ചു കഴിഞ്ഞു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലായിരുന്നു നിക്കോളാസിന്റെ ശ്രദ്ധ മുഴുവൻ. ജനങ്ങളറിയാതെ അവരുടെ പ്രശ്നങ്ങൾക്കെല്ലാം അദ്ദേഹം പരിഹാരം കണ്ടെത്തി. നിക്കോളാസിന്റെ സാമൂഹിക പ്രവർത്തനങ്ങളെപ്പറ്റിയും അദ്ദേഹത്തിന് വിശുദ്ധൻ എന്ന പരിവേഷം ലഭിച്ചതിനും ഉദാഹരണമായി ധാരാളം കഥകൾ അക്കാലത്ത് ജനങ്ങൾക്കിടയിൽ പ്രചരിച്ചു. നിക്കോളാസ് മിറയിലെ ബിഷപ്പായിരുന്ന കാലം. ആ നാട്ടിൽ ഒരു ദരിദ്രനും അയാളുടെ 3 പെൺമക്കളും താമസിക്കുന്നുണ്ടായിരുന്നു. കടുത്ത ദാരിദ്ര്യം കാരണം പെൺമക്കളിൽ ആരെയും വിവാഹം ചെയ്ത് അയക്കാൻ കഴിഞ്ഞില്ല. അവർക്ക് നിരന്തരം വിവാഹാലോചനകൾ വന്നുകൊണ്ടിരുന്നു. സ്ത്രീധനം കൊടുക്കാനുള്ള പണം പോലും അയാളുടെ കൈവശമുണ്ടായിരുന്നില്ല. ദിവസങ്ങൾ ചെല്ലും തോറും വീട്ടിലെ ദാരിദ്ര്യം കൂടിക്കൂടി വന്നു. ഒരു ദിവസം അയാൾ പെൺമക്കളിൽ ഒരാളെ അടിമക്കച്ചവടക്കാർക്ക് വിൽക്കാൻ തീരുമാനിച്ചു. പണം കണ്ടെത്താൻ അയാളുടെ മുന്നിൽ മറ്റു വഴികളൊന്നും ഉണ്ടായിരുന്നില്ല. ഇക്കാര്യം എങ്ങനെയോ നിക്കോളാസിന്റെ ചെവിയിലെത്തി. അദ്ദേഹം കടുത്ത സങ്കടത്തിൽപ്പെട്ടു. ഇതിന് എന്താണ് ഒരു പരിഹാരമെന്ന് നിക്കോളാസ് ആലോചിച്ചു. അവസാനം ഒരു വഴി അദ്ദേഹത്തിന്റെ മുന്നിൽ തെളിഞ്ഞു. പെൺകുട്ടിയെ വിൽക്കാൻ തീരുമാനിച്ചതിന്റെ തലേന്ന് രാത്രി നിക്കോളാസ് അവരുടെ വീടിന്റെ ജനാലയ്ക്കടുത്തെത്തുകയും പണം നിറച്ച സഞ്ചി വീടിനുള്ളിൽ ഇടുകയും ചെയ്തു. പിറ്റേന്ന് ഉണർന്ന ദരിദ്രനും പെൺമക്കളും പണം നിറച്ച സഞ്ചി കണ്ട് അത്ഭുതപ്പെട്ടു. അതോടെ അവരുടെ ദാരിദ്ര്യം മാറുകയും വളരെ കാലം സന്തോഷത്തോടെ കഴിയുകയും ചെയ്തു. ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി നിക്കോളാസ് പിന്നെയും പല അത്ഭുതങ്ങളും കാണിച്ചു. മരണശേഷവും അദ്ദേഹം പല അത്ഭുതങ്ങളും കാണിച്ചു എന്ന് പറയപ്പെടുന്നു. തടവിലാക്കപ്പെട്ടവരെയും അപകടത്തിൽപ്പെട്ട നാവികരെയും എല്ലാം അദ്ദേഹം രക്ഷിച്ചു. അങ്ങനെ നിക്കോളാസിന്റെ അത്ഭുത പ്രവൃത്തികൾ നാടാകെ പരക്കുകയും ജനങ്ങൾ അദ്ദേഹത്തെ വിശുദ്ധനായി വാഴ്ത്തുകയും ചെയ്തു. അദ്ദേഹം മരണപ്പെട്ടുവെന്ന് കരുതുന്ന ഡിസംബർ 6 വിശുദ്ധ നിക്കോളാസ് ദിനമായി ആഘോഷിക്കാൻ തുടങ്ങി.
പെരുന്നാൾ ആഘോഷത്തിന്റെ തലേദിവസം രാത്രിയിൽ നിക്കോളാസ് വീടുകളിലെത്തി നല്ലവരായ കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകുമെന്ന വിശ്വാസവും പിന്നീടുണ്ടായി. ഡിസംബർ 6 ഒരു ഭാഗ്യദിനമാണെന്ന് കരുതുന്നവരുമുണ്ട്. വിവാഹം നടത്താനും വിലയേറിയ സാധനങ്ങൾ വാങ്ങി സൂക്ഷിക്കാനും പറ്റിയ ദിവസം. 1823 ക്ലെമന്റ് സി മൂർ എന്ന അമേരിക്കൻ എഴുത്തുകാരൻ തന്റെ 3 പെൺമക്കൾക്കായി ഒരു നീണ്ട ക്രിസ്മസ് കവിത എഴുതി. എ വിസിറ്റ് ഫ്രം സെന്റ് നിക്കോളാസ്. അതായത് നിക്കോളാസിന്റെ വരവ് എന്നായിരുന്നു ആ കവിതയുടെ പേര്. കവിതയിൽ പ്രതിപാദിക്കുന്ന വിഷയത്തിന്റെ സ്വഭാവം സാധാരണമായതുകൊണ്ട് ആദ്യം കവിത പ്രസിദ്ധീകരിക്കാൻ മടിച്ചു. നാടെങ്ങും സഞ്ചരിച്ച് പാവപ്പെട്ടവർക്ക് ആശ്വാസം നൽകുകയും കുട്ടികൾക്ക് അനുഗ്രഹവും സമ്മാനങ്ങളും നൽകുന്ന ഒരു പുണ്യാത്മാവായിട്ടാണ് നിക്കോളാസിനെ കവിതയിൽ ചിത്രീകരിച്ചത്. നിക്കോളാസ് വീടിന്റെ ചിമ്മിനി ദ്വാരത്തിലൂടെ എത്തി കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകുമെന്ന വിശ്വാസത്തിന്റെ പിൻബലത്തിൽ എഴുതപ്പെട്ട ഒരു കവിതയായിരുന്നു അത്. പ്രസിദ്ധീകരിച്ച കാലത്ത് ആ കവിത അമേരിക്കയിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെടുകയും ജനപ്രിയമായ ഒരു സ്വഭാവം കവിതയ്ക്ക് ഉണ്ടായിരുന്നു. 1881 അമേരിക്കയിലെ ഒരു കാർട്ടൂണിസ്റ്റായ തോമസ് മൂറിന്റെ കവിതയ്ക്ക് അനുബന്ധമായി ഒരു രൂപത്തെ വരച്ചുണ്ടാക്കുകയും ഇന്ന് നമ്മൾ കാണുന്ന സാന്താക്ലോസിന്റെ ആദ്യ രൂപമായി അത് മാറുകയും ചെയ്തു. സാന്താക്ലോസ് രൂപം വളരെ വേഗത്തിൽ ലോകമെങ്ങും ശ്രദ്ധ നേടി. ചുവപ്പും വെള്ളയും നിറത്തിലുള്ള കുപ്പായവും തലയിലെ നീലൻ തൊപ്പിയും തടിച്ച ശരീരവും നീണ്ട വെള്ളത്താടിയുമുള്ള സാന്താക്ലോസ് രൂപം കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ആകർഷിച്ചു. പിന്നീട് സാന്താക്ലോസിന്റെ വരവിനൊപ്പം ജെയിംസ് ലോർഡ് പെയർപോയിന്റ് എഴുതിയ ജിംഗിൾ ബെൽസ് എന്ന ഗാനം അകമ്പടിയായി. പക്ഷേ സാന്താക്ലോസ് എവിടെ നിന്നാണ് വരുന്നത്? കൗതുകം നിറഞ്ഞ ഈ ചോദ്യം എല്ലാ കുട്ടികളും ചോദിച്ചിട്ടുണ്ടാകും. പലർക്കും പലതരത്തിലുള്ള ഉത്തരങ്ങളായിരിക്കും പറയാനുണ്ടാകുക. ചിലപ്പോൾ അത് ശരിയോ തെറ്റോ ആകാം. സാന്താക്ലോസിന്റെ ജീവിതവും അത്ഭുത പ്രവൃത്തികളുമെല്ലാം കഥയോ യാഥാർത്ഥ്യമോ എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത വിധം കെട്ടുപിണഞ്ഞു കിടക്കുകയാണ്. സാന്താക്ലോസിന്റെ ഉദ്ഭവസ്ഥാനം ഏതെന്ന ചോദ്യത്തിന് ഓരോ ദേശക്കാർക്കും പല ഉത്തരങ്ങളാണ് പറയാനുള്ളത്. ഇതിഹാസങ്ങളിൽ ഒന്നിൽ പറയുന്നത് പ്രകാരം സാന്താക്ലോസ് വരുന്നത് മഞ്ഞുമൂടിയ വടക്കുഭാഗത്ത് നിന്നാണ് എന്നാണ്. മറ്റൊരു ഐതിഹ്യത്തിൽ പറയുന്നത് സാന്താക്ലോസ് തന്റെ ഭാര്യയ്ക്കൊപ്പം ഉത്തരധ്രുവത്തിൽ താമസിക്കുന്നുവെന്നാണ്. അമേരിക്കൻ ഐക്യനാടുകളിലാണ് ഇത്തരമൊരു വിശ്വാസം പിന്തുടരുന്നത്. ക്രിസ്മസ് രാവിൽ കുട്ടികൾക്കുള്ള സമ്മാനങ്ങളുമായി സാന്താക്ലോസ് വീടുകൾ തോറും കയറിയിറങ്ങുന്നു. ഉത്തരധ്രുവത്തിൽ കഴിയുന്ന സാന്താക്ലോസ് കുട്ടിച്ചാത്തന്മാർക്കൊപ്പം ക്രിസ്മസ് കാലം വരെയും കുട്ടികൾക്ക് നൽകാനുള്ള സമ്മാനങ്ങൾ ഉണ്ടാക്കുന്നു. ക്രിസ്മസ് കാലം എത്തുമ്പോൾ കുട്ടികൾ സമ്മാനം ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് കത്തുകൾ എഴുതുന്നു. സമ്മാനത്തിന് അർഹരായിട്ടുള്ള കുട്ടികളെ കണ്ടെത്തുന്നു. നല്ല കുട്ടികൾക്ക് അദ്ദേഹം കളിപ്പാട്ടങ്ങളും മധുരപലഹാരങ്ങളും സമ്മാനിക്കുന്നു. ചില വികൃതി കുട്ടികൾക്ക് മരക്കഷണങ്ങളും മറ്റുമാണ് സമ്മാനമായി കൊടുക്കുക. എങ്കിലും കുട്ടികൾ അദ്ദേഹത്തിന്റെ വരവിനായി കാത്തിരിക്കുകയും അദ്ദേഹത്തിന് നൽകാനായി പാലും ബിസ്ക്കറ്റുകളും ഒരുക്കി വയ്ക്കുകയും ചെയ്യുന്നു. ലോകത്തെല്ലായിടത്തും സാന്താക്ലോസ് സമ്മാനങ്ങളുമായി എത്തുന്നു എന്നാണ് വിശ്വാസം. ഡച്ചിൽ സെന്റ് നിക്കോളാസിനെ കുട്ടികൾ സിൻഡർ ക്ലാസ് എന്ന ചുരുക്കപ്പേരിൽ വിളിച്ചു. തുടർന്ന് അത് സാന്റിക്ലോസ് എന്നും സാന്താക്ലോസ് എന്നുമായി പരിണമിച്ചു. ഓരോ രാജ്യത്തും സാന്താക്ലോസ് ഓരോ പേരിലാണ് അറിയപ്പെടുന്നത്. വിശുദ്ധനായ നിക്കോളാസിനെ സാന്താക്ലോസ് ആയി രൂപാന്തരപ്പെടുത്തിയതിൽ പ്രധാന പങ്കുവഹിച്ചത് അമേരിക്കക്കാരാണ്. 17-18 നൂറ്റാണ്ടുകളിൽ ഡച്ചുകാർക്കൊപ്പം എത്തിയ സിൻഡർ ക്ലാസിനെ മതത്തിനതീതമായി ഒരു ഐതിഹാസിക കഥാപാത്രമായി മാറ്റിയെടുത്തു. സിൻഡർ ക്ലാസ് എന്ന പദം പരിണാമം സംഭവിച്ച് സാന്താക്ലോസ് ആയി മാറിയതും അക്കാലത്താണ്. അമേരിക്കയിലെയും ഇംഗ്ലണ്ടിലെയും കുടുംബങ്ങളുടെ ഉത്സവമായി ക്രിസ്മസ് മാറി. ഇംഗ്ലണ്ടിൽ സാന്താക്ലോസ് ഫാദർ ഓഫ് ക്രിസ്മസ് എന്നാണ് അറിയപ്പെടുന്നത്. ജർമ്മനിയിൽ വെയ്നാസ്റ്റ്മാൻ എന്നാണ് സാന്താക്ലോസിനെ വിളിക്കുന്നത്. എങ്ങനെ വിളിച്ചാലും ക്രിസ്മസ് അപ്പൂപ്പൻ എന്നു തന്നെയാണ് അർത്ഥം. നല്ല പെരുമാറ്റമുള്ള കുട്ടികൾക്ക് ഡിസംബർ രാത്രികളിൽ സമ്മാനവുമായി സാന്താക്ലോസ് എത്തുന്നുവെന്ന് സ്വിസ്, ജർമ്മൻ ക്രൈസ്തവർ വിശ്വസിക്കുന്നു. സ്വിറ്റ്സർലാൻഡുകാർ സാന്താക്ലോസിനെ ഒരു കുഞ്ഞുയേശുവായി കരുതുന്നു. ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ സാന്താക്ലോസിന് വീണ്ടും പേരുമാറ്റം സംഭവിക്കുന്നു. കേരളത്തിൽ ക്രിസ്മസ് പാപ്പ എന്നും ക്രിസ്മസ് അപ്പൂപ്പൻ എന്നും പാപ്പാഞ്ഞി എന്നുമായി മാറുന്നു. തമിഴിൽ ക്രിസ്മസ് താത്തയും വടക്കേ ഇന്ത്യയിൽ ക്രിസ്മസ് ബാബയെന്നും വിളിക്കുന്നു. കാലങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും ഓരോ ദേശക്കാർക്കും ക്രിസ്മസ് എന്നാൽ സാന്താക്ലോസ് കൂടിയാണ്. കുട്ടികൾ സാന്താക്ലോസിന്റെ സമ്മാനങ്ങൾ സ്വപ്നം കണ്ടു ഉറങ്ങുന്നു. വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും കുട്ടികളുടെ മനസ്സിൽ അതിനെ ചൊല്ലിയുണ്ടാകുന്ന കൗതുകം അവസാനിക്കുകയില്ല എന്നതാണ് സത്യം.